ESC ലൈഫ് ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വീണ്ടും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന LP ഇൻ്റർവ്യൂവിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട് വരുന്ന ടോപ്പിക്സുകളെയും പറ്റിയിട്ടുള്ള ഒരു ചെറിയ ഡിസ്കഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യത്തെ ചോദ്യം തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക് എന്ന് വേണമെങ്കിൽ പറയാം. വിദ്യാഭ്യാസ ചിന്തകർ എന്ന് പറഞ്ഞ് നമ്മൾ ഒരുപാട് പേരെ പഠിച്ചിട്ടുണ്ട്. റൂസോ അതിലൊരു പ്രധാന വ്യക്തിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ലോകത്തിലെ വ്യത്യസ്തമായ ചിന്തകൾ വിദ്യാഭ്യാസത്തിലേക്ക് നൽകിയ ഒരുപാട് ചിന്തകരെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. എങ്കിൽ പോലും കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ ചിന്തകൻ എന്ന് ചോദിച്ചാൽ ഏതെങ്കിലും പേര് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ചിരിക്കണം. കാരണം കഴിഞ്ഞ ദിവസം ചോദിച്ച ചോദ്യത്തിൽ ഒരു പ്രധാന വ്യക്തിയുടെ പേര് ചോദിച്ചു, സുകുമാർ അഴീക്കോട്. അദ്ദേഹത്തെ ഞാൻ ആലോചിച്ചപ്പോൾ കണക്ട് ചെയ്യാൻ, ഈ വിദ്യാഭ്യാസവുമായി കണക്ട് ചെയ്യാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അദ്ദേഹം ഒരു പ്രാസംഗികനാണ്, ഒരു അധ്യാപകനാണ്, അതുപോലെ തന്നെ അദ്ദേഹം ഒരു എഴുത്തുകാരനാണ്. പക്ഷെ ഇതിലും എല്ലാം അപ്പുറം അദ്ദേഹം ഒരു വിദ്യാഭ്യാസ ചിന്തകനാണ്. ചിലപ്പോൾ ആ ഒരു കൺസെപ്റ്റിലായിരിക്കും അവർ സുകുമാർ അഴീക്കോട് എന്ന വ്യക്തിയെ പറ്റി ചോദിച്ചിട്ടുണ്ടാവുക. നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്ക് നമ്മുടെ കേരളത്തിൽ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ ചിന്തകർ എന്ന് നമുക്ക് വിളിക്കാവുന്ന ആളുകളെ പറ്റി നമ്മൾ നോക്കി വെക്കണം. ഇത് തരത്തിലാണ് ചോദ്യങ്ങൾ വരിക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഇദ്ദേഹത്തെ പറ്റി ചോദിച്ചത് കോഴിക്കോടുള്ള ഒരു കാൻഡിഡേറ്റിനോടാണ് സുകുമാർ അഴീക്കോട് എന്ന ഒരു വ്യക്തിയെ പറ്റി ചോദിച്ചിട്ടുള്ളത്. സുകുമാർ അഴീക്കോട് എന്ന് പറയുന്ന വ്യക്തി വളരെ കാര്യങ്ങളിൽ പ്രശസ്തനാണ്. അദ്ദേഹം മലയാള സാഹിത്യകാരനായിരുന്നു, വിമർശകനായിരുന്നു. ഒരുപാട് ഭാഷാശുദ്ധി, അതുപോലെ അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങൾ, അദ്ദേഹത്തിൻ്റെ സംസാര ശൈലി, ഇതൊക്കെ ആളൊരു വ്യത്യസ്തനാക്കിയ കാര്യങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ തത്വമസി എന്ന് പറഞ്ഞ ഒരു കൃതിയുണ്ട്. അതാണ് അദ്ദേഹത്തിന് ഒരു പ്രശംസ നേടിക്കൊടുത്ത ആദ്യത്തെ ഒരു കൃതി എന്ന് പറയാവുന്നത്. കണ്ണൂരാണ് അദ്ദേഹം ജനിച്ചത്. തുടർന്ന് അദ്ദേഹം അധ്യാപകനായിട്ട് പ്രവർത്തിച്ചു. ഞാൻ ഓൾറെഡി പറഞ്ഞു, മഹാരാജാസ് കോളേജ്, തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ അധ്യാപകനായിട്ട് ഇരുന്നൊരു വ്യക്തിയാണ്. ഒരുപാട് സാഹിത്യ സംഭാവനകൾ നേടിക്കൊടുത്തു. അതുപോലെ തന്നെ വിമർശനത്തിനാണ് അദ്ദേഹം കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. അതുകൊണ്ട് തന്നെ ഒരു വിമർശനത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് അത്തരത്തിലാണ് ഒരു ജനപ്രിയനായത്. അതായത് അദ്ദേഹത്തിൻ്റെ അത്തരത്തിൽ വിമർശനാത്മകമായിട്ടുള്ള നിലപാടുകൾ എടുത്തത് കൊണ്ട് അദ്ദേഹം ഒരു ജനപ്രിയനായ വ്യക്തിയായി മാറുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട വ്യക്തികളെ പറ്റിയിട്ടുള്ള ലേഖനങ്ങൾ, ഉദാഹരണം കുമാരനാശാൻ, ചങ്ങമ്പുഴ, ഭട്ടതിരിപ്പാട്, VT ഭട്ടതിരിപ്പാട്, ഇവരെ പറ്റിയിട്ടുള്ള ലേഖനങ്ങൾ ഇദ്ദേഹം എഴുതിയതൊക്കെ വളരെയധികം പ്രശസ്തി നേടിക്കൊടുക്കാനായിട്ട് കാരണമായ ലേഖനങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ തുറന്നൊരു മനോഭാവം, അതുപോലെ കടുത്ത വിമർശന ശൈലി. ഇതുകൊണ്ട് തന്നെ പലപ്പോഴും വിവാദങ്ങളിൽ ഉൾപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു. പിന്നെ അദ്ദേഹത്തെ പറ്റി മറ്റൊരു കാര്യം നമുക്ക് പറയാനുള്ളത്, മലയാളത്തിൻ്റെ വില്യം ഷേക്സ്പിയർ എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരുന്നു. ഇദ്ദേഹം മരിച്ചത് 2012 ജനുവരി 24 അദ്ദേഹം മരിച്ചത്. ക്യാൻസറായിട്ടാണ് അദ്ദേഹം മരിച്ചത്. ഒരുപാട് പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തെ പറ്റി നമ്മൾ ഒരുപാട് പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം നമ്മളോട് ചോദിക്കുക അദ്ദേഹം തന്നെയാണോന്ന് അറിയില്ല. പക്ഷെ ഒരു വിദ്യാഭ്യാസ ചിന്തകൻ എന്ന നിലയിൽ ജസ്റ്റ് നമ്മൾ ഇദ്ദേഹത്തെ പറ്റി ഒന്ന് അറിഞ്ഞിരിക്കുക. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൃതി തത്വമസി, അതിനെ പറ്റി ജസ്റ്റ് ഒന്ന് അറിയാം. പിന്നെ തുടർന്ന് ഉള്ള ചോദ്യങ്ങളിൽ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കായിട്ട് തോന്നിയത് നിങ്ങളുടെ സ്ഥലം, നിങ്ങൾ എവിടെ നിന്ന് വരുന്നു, ആ സ്ഥലത്തിൻ്റെ ഉത്ഭവം എന്താണ്, ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത, അവിടെയുള്ള പാരമ്പര്യം പരമായിട്ട് എന്തെങ്കിലും പ്രത്യേകതകളുണ്ടെങ്കിൽ
അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ, ഏതെങ്കിലും പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പുരാതനമായിട്ടുള്ള ക്ഷേത്രം, ഇത്തരത്തിൽ എന്തെങ്കിലും ആ പ്രദേശത്തെ പ്രത്യേകമായിട്ട് ഉയർത്തിക്കാട്ടുന്നതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെപ്പറ്റി വളരെ വിശദമായിട്ട് അറിഞ്ഞിരിക്കുക. അത് ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. ഒരുപാട് പേരോട് ചോദിച്ച ഒരു ചോദ്യം ഇതാണ്. അവരുടെ സ്ഥലത്തിൻ്റെ പ്രത്യേകതയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. തീർച്ചയായിട്ടും നിങ്ങൾ അതൊന്ന് നോക്കി വയ്ക്കണം. മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് ഡിഗ്രി ഇംഗ്ലീഷ് എടുത്തൊരു കുട്ടിയോട് ചോദിച്ച, ഒരു കാൻഡിഡേറ്റിനോട് ചോദിച്ച ചോദ്യമാണ്. പക്ഷെ നമ്മൾ നോക്കി പോകുമ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ, ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കുകളിൽ, TTCയുടെ ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ കാണുന്ന ഒരു പോർഷനാണ്. എങ്കിൽ പോലും ഇംഗ്ലീഷ് മെയിൻ എടുത്തവരോട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഫോണീംസ് എന്താണെന്ന്. ഫോണീംസ് എന്ന് പറയുന്നത് ഒരു ഭാഷയുടെ ഏറ്റവും ചെറിയ ശബ്ദഘടകം. അതിനാൽ തന്നെ അതിന് അർത്ഥവ്യത്യാസം വരും. ഒരു ഭാഷയുടെ ഏറ്റവും ചെറിയ ശബ്ദഘടകമാണ് ഫോണീം എന്ന് പറയുന്നത്. വോവൽസ് എന്ന് പറയുന്നത് സ്വരങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് മലയാളത്തിൽ പറയാം. തടസ്സമില്ലാതെ, നമ്മുടെ ശബ്ദകോശത്തിന് തടസ്സമില്ലാതെ പുറത്തു വരുന്ന അക്ഷരങ്ങളാണ് വോവൽസ്, AEIOU. എന്നാൽ ഡിഫ്തോങ്സ് എന്ന് പറയുമ്പോൾ 2 സ്വരങ്ങൾ ചേർന്ന് വരുന്നതാണ് ഡിഫ്തോങ്സ്. വോവൽസ് എന്ന് പറയുന്ന ഒരു സ്വരമാണ്, അതിൽ 2 ഒരുമിച്ച് ചേരുമ്പോഴാണ് ഡിഫ്തോങ്സ് ഉണ്ടാകുന്നത്. കൺസണൻസ് എന്ന് പറയുന്നത് ശബ്ദകോശത്തിന് തടസ്സമുണ്ടാക്കുന്ന അക്ഷരങ്ങളുണ്ട്, അതിനെയാണ് നമ്മൾ കൺസണൻസ് എന്ന് പറയുന്നത്. പ്, ട്, ക്, സ് ഇതൊക്കെ തടസ്സം ഉണ്ടാക്കുന്ന അക്ഷരങ്ങളാണ്. ഇവയാണ് കൺസണൻസ് എന്ന് പറയുക. സിലബിൾസ് എന്താണ്? സിലബിൾ എന്ന് പറയുന്നത് ഒരു ഉച്ചാരണ മേഖലയിൽ ഒരുമിച്ചിട്ടുള്ള ശബ്ദങ്ങളുടെ കൂട്ടം. നമ്മൾ പറയുമ്പോൾ പെട്ടെന്ന് ഒരുമിച്ച് ചേർക്കാവുന്ന ഒരു സെറ്റ് ഓഫ് ഒരു ശബ്ദങ്ങളുണ്ടാവും. അതിനെയാണ് നമ്മൾ സിലബിൾസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിലബിൾസ് വ്യത്യസ്ത തരമുണ്ട്. മോണോസിലബിൾ ഉണ്ട്, ഡൈസിലബിൾ ഉണ്ട്, ട്രൈസിലബിൾ ഉണ്ട്. അതായത് ചിലപ്പോൾ ഒരു ശബ്ദം വരുമ്പോൾ ഒരു അക്ഷരം മാത്രമേ വരുള്ളൂ. ചിലപ്പോൾ 2 അക്ഷരഗണങ്ങൾ ഉൾപ്പെട്ടതായിരിക്കാം ഒരു വേർഡ്, ചിലപ്പോൾ അത് 3 അക്ഷരഗണം ഉൾപ്പെട്ടതായിരിക്കാം. ഇങ്ങനെ നമ്മൾ സിലബിൾസിനെ മോണോസിലബിൾ, ഡൈസിലബിൾ, ട്രൈസിലബിൾസ് എന്നിങ്ങനെ 3 തരംതിരിക്കുന്നുണ്ട്. ഇത്രയും ചോദ്യങ്ങൾ ഒരാളോട് മാത്രം ചോദിച്ച ചോദ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് മെയിനായിട്ട് എടുക്കുന്നവർ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ ടെക്സ്റ്റിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നോക്കി പോവുക. നിങ്ങൾ ഡിഗ്രി ടെക്സ്റ്റ് ഒന്നും പഠിക്കണം എന്നല്ല പറയുന്നത്. നമ്മുടെ TTC, DLED ടെക്സ്റ്റുമായി ബന്ധപ്പെട്ട് വരുന്ന പോർഷൻസൊക്കെ, അത് ഡിഗ്രിയോട് ചേർന്ന് നിൽക്കുന്ന പോർഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ ഒന്ന് വളരെ വ്യക്തമായിട്ട് കൃത്യമായിട്ട് നോക്കി പോവുക. മറ്റൊരു ചോദ്യം ചോദിച്ചത് ഇംഗ്ലീഷിലെ ഇൻറ്റോണേഷൻസിനെ പറ്റിയിട്ടാണ്. ഇൻറ്റോണേഷൻ എന്താണ്? ശബ്ദത്തിൻ്റെ ഉയർന്നതും താഴ്ന്നതുമായിട്ടുള്ള ഒരു ഉച്ചാരണത്തിനെയാണ് നമ്മൾ ഇൻറ്റോണേഷൻ എന്ന് പറയുന്നത്, അല്ലേ? ഇൻറ്റോണേഷൻ എന്ന് പറയുന്നത് തന്നെ വ്യത്യസ്ത തരമുണ്ട്. റൈസിങ് ഇൻറ്റോണേഷൻ ഉണ്ട്, ഫോളിങ് ഇൻറ്റോണേഷൻ ഉണ്ട്, റൈസിങ് ഫോളിങ് ഇൻറ്റോണേഷൻ ഉണ്ട്. റൈസിങ് എന്ന് പറയുമ്പോൾ ഉയർന്നു നിൽക്കുന്നത്. ആർ യു കമ്മിങ്, അത് ഉയർന്നു നിൽക്കുകയാണ്. ലാസ്റ്റ് കമ്മിങ് പറയുമ്പോൾ നമ്മൾ ചത്ത പോലെയാണോ? അല്ല. ആർ യു കമ്മിങ്, അപ്പോൾ അത് റൈസിങ് ഇൻറ്റോണേഷൻ. ഫോളിങ് ഇൻറ്റോണേഷൻ, വേർ ആർ യു ഗോയിങ്, ലാസ്റ്റ് ഗോയിങ്, താഴോട്ട വരുന്നത്, അതാണ് ഫോളിങ് ഇൻറ്റോണേഷൻ. റൈസിങ് ഫോളിങ് ഒരുമിച്ച് വരുന്നത് സർപ്രൈസ് ഒക്കെ വരുമ്പോഴാണ്. റിയലി എന്ന് പറയുന്നതിൽ 2 ഒരുമിച്ച് വരും. ഓക്കെ, ഇത് ജസ്റ്റ് പറയണമെന്നുള്ളൂ. ഇംഗ്ലീഷുകാരാണ് മെയിനായിട്ട് നോക്കേണ്ടത്. ബാക്കിയുള്ളവർ ജസ്റ്റ് ഒന്ന് കേട്ടാൽ നമ്മുടെ ടെക്സ്റ്റുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. മറ്റൊരു പ്രധാന ചോദ്യം, ഇംഗ്ലീഷ് ക്ലാസ് റൂമിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ്
അതിൻ്റെ സൊല്യൂഷൻസ് ഇതെന്താണ്, അതായത് നമ്മുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ നമ്മൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ചോദ്യം. കേരളത്തിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലങ്ങൾ പറയുകയാണെങ്കിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട്. കേരളത്തിലെ ഇംഗ്ലീഷ് ക്ലാസ്സുകളിൽ കുട്ടികൾ അഭിമുഖീകരിക്കുന്ന അടിസ്ഥാന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് പല കുട്ടികൾക്കും ഇംഗ്ലീഷ് ഭാഷയുടെ അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ വേണ്ടത്ര അറിവില്ലായ്മ ഇല്ല എന്നുള്ളതാണ്. അതായത് പലർക്കും വാക്കുകൾ, വ്യാകരണം ഇതിനെപ്പറ്റി ബേസിക് നോളേജ് പോലും ഇല്ലാത്ത കുട്ടികളുണ്ട്. ഇതിൻ്റെ ഒരു പ്രധാന കാരണം പ്രാദേശിക ഭാഷയിൽ നിന്നുള്ളൊരു സ്വാധീനം ഉള്ളതുകൊണ്ട് അവർക്ക് പഠിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ തെറ്റുകൾ വരുന്നു, വായിക്കാനും എഴുതാനും ഉള്ളൊരു കഴിവ് കുറയുന്നു. ഇതൊക്കെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അധ്യാപന രീതിയിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കാരണം ഇപ്പോഴും പഴയ രീതിയിലുള്ള പഠന രീതികൾ ഒരുപാട് ടീച്ചേഴ്സ് ഫോളോ ചെയ്യുന്നുണ്ട്. അത്തരം രീതികൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ കുട്ടികൾ ഒരിക്കലും ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കാനായിട്ട് ഉള്ളൊരവസരം ലഭിക്കില്ല അവർക്ക്. കുട്ടികളുടെ പങ്കാളിത്തം ഇംഗ്ലീഷ് ക്ലാസ്സുകളിൽ പൊതുവെ കുറവാണ്. അത് നമ്മൾ മാറ്റിയെടുക്കണം. ഓരോ കുട്ടിയുടെയും ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള പഠന രീതികൾ ഇല്ല എങ്കിൽ പോലും ടീച്ചർ അത് പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ആധുനിക പഠന രീതികൾ ഒരുപാട് ഹെൽപ്ഫുള്ളാണ് ഇംഗ്ലീഷ് ക്ലാസ്സുകളിൽ. പക്ഷെ അതൊന്നും തന്നെ പലരും ഉപയോഗിക്കുന്നില്ല. പ്രത്യേകിച്ച് AI ഉപയോഗിച്ചൊക്കെ കുട്ടികൾക്ക് സംസാരിക്കാനുള്ള ഒരു അവസരം ലഭിക്കുകയാണെങ്കിൽ അവർ ഒരുപാട് ഇംഗ്ലീഷിൽ സംസാരിക്കാനുള്ള അവരുടെ ഒരു പേടി മാറി അവർ സംസാരിക്കാൻ ശ്രമിക്കും. മറ്റൊന്ന് സാമ്പത്തികവും സാമൂഹികമായിട്ടുള്ള പ്രശ്നങ്ങളും ഇത്തരത്തിലെ കുട്ടികൾ നേരിടുന്നുണ്ട്. സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് മതിയായിട്ടുള്ള പഠന സൗകര്യങ്ങൾ ലഭിക്കാതെ വരാറുണ്ട്. വീട്ടിൽ ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള അവസരങ്ങൾ കുറയും. അപ്പോൾ അവരും ഇംഗ്ലീഷ് സ്പീഡിൽ സംസാരിക്കാനായിട്ടുള്ളൊരവസരം ഇല്ലാതാകുമ്പോൾ അവർക്ക് പഠിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റും ഇല്ലാതാകും. പരീക്ഷാ രീതിയിലും ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് കാണാം. ഒരുപാട് പരീക്ഷയിൽ കാണാപാഠം പഠിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നു. എന്നാൽ ഇന്ന് നമ്മുടെ പാഠ്യപദ്ധതി പ്രകാരം തയ്യാറാക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ തീർച്ചയായിട്ടും മാറ്റങ്ങളുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഒരിക്കൽ പോലും നമ്മൾ കാണാപാഠം പഠിച്ചെഴുതാനായിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളല്ല അത്. ഇതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേരളത്തിൽ ഇംഗ്ലീഷ് ക്ലാസ്സുകളിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എന്നൊരു ചോദ്യം നിങ്ങൾക്ക് മുന്നിൽ വരികയാണെങ്കിൽ പറയാവുന്ന പോയിൻറ്റ്സ് ജസ്റ്റ് ഒന്നുകൂടി വേണമെങ്കിൽ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയാം. അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് ഇംഗ്ലീഷ് വേർഡ്സ്, ഗ്രാമർ അറിയാതിരിക്കുക, പ്രാദേശിക ഭാഷയുടെ ഒരു സ്വാധീനം ഉണ്ടാവുക, അധ്യാപന രീതിയിലുള്ള പ്രശ്നങ്ങൾ, അത് പഴയ രീതിയിലുള്ള പഠന രീതി തുടരുക, കുട്ടികളുടെ പങ്കാളിത്തം കുറഞ്ഞ ക്ലാസ് റൂമുകൾ ഇപ്പോഴും നമ്മുടെ വിദ്യാലയങ്ങളിലുണ്ട്, ആധുനിക രീതികളൊന്നും ഉപയോഗിക്കാതിരിക്കുക, ഇതെല്ലാം വരുന്ന കാര്യങ്ങളാണ്. പിന്നെ സാമ്പത്തികവും സാമൂഹികമായിട്ടുള്ള പ്രശ്നങ്ങൾ, കുട്ടികൾക്ക് വീട്ടിൽ നിന്നുള്ളൊരു ഇംഗ്ലീഷിനുള്ളൊരു എക്സ്പ്ലോഷർ ലഭിക്കാതിരിക്കുക, പരീക്ഷാ രീതിയിൽ പലപ്പോഴും കാണാതെ പഠിക്കുക എന്നുള്ളൊരു ആശയം ഫോളോ ചെയ്യുന്ന ടീച്ചേഴ്സ് ഇപ്പോഴും ഉണ്ട്. അതെല്ലാം തന്നെ ഇംഗ്ലീഷ് പഠനത്തിന് നമുക്കൊരു ബാരിയേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന കാര്യം. മറ്റൊരു ചോദ്യം ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട് എനിക്ക് ഓർമ്മ വരുന്നത്, മറ്റൊരു കുട്ടിയോട് ചോദിച്ചതാണ് ഇംഗ്ലീഷിൽ ഒരു പസിലിന് എക്സാമ്പിൾ പറയാനായിട്ട്. തീർച്ചയായിട്ടും നമുക്ക് ഒരു എക്സാമ്പിൾ ഇവിടെ പറയാമെങ്കിൽ പോലും നിങ്ങൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഇതുമായി റിലേറ്റ് ചെയ്ത പസിലുകൾ ജസ്റ്റ് ഒന്ന് നോക്കി പോവുക. നമുക്കിവിടെ പറയാവുന്ന ഒന്നാണ്, ദ മോർ യു ടേക്ക് ദ മോർ യു ലീവ് ബിഹൈൻഡ് വാട്ട് ഐ ആം. The more you take, the more you leave
ബിഹൈൻഡ്. എത്ര പ്രാവശ്യം നീ എടുക്കുന്നു അത്രയും പ്രാവശ്യം നീ പിറകിലേക്ക് എന്നെ കളയുന്നു എന്നൊക്കെ വേണമെങ്കിൽ മലയാളത്തിൽ പറയാം. പക്ഷെ ഇംഗ്ലീഷിൽ പറയുമ്പോഴാണ് അതിന് പെട്ടെന്ന് ഉത്തരം കിട്ടുന്നത്. ഉത്തരം ഫുഡ് സ്റ്റെപ്സ് ആണ്. ദ മോർ യു ടേക്ക് ദ മോർ യു ലീവ് ബിഹൈൻഡ്. എൻ്റെ പിറകിലേക്ക് എത്ര പ്രാവശ്യം എടുക്കുന്നു അതിനനുസരിച്ച് തന്നെ നീ എന്നെ പിറകിലേക്ക് മാറ്റുന്നു എന്നുള്ളൊരർത്ഥം. വളരെ രസകരമായിട്ടുള്ള ഒരുപാട് ഇത്തരത്തിലുള്ള പസിലുകൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കുമായി ബന്ധപ്പെട്ടുണ്ട്. തീർച്ചയായിട്ടും അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി പോവാം. ഇംഗ്ലീഷ് ക്ലാസ് റൂമിൽ ഉള്ള പ്രോബ്ലംസിൽ നമുക്ക് ആഡ് ചെയ്യാവുന്ന വളരെ കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ ഇതിനോട് ചേർത്ത് പറയുന്നുണ്ട്. അത് നമുക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. ലാക്ക് ഓഫ് കോൺഫിഡൻസ്, കുട്ടികൾക്ക് കോൺഫിഡൻസ് ഇല്ലാത്തത്. അതുപോലെ തന്നെ അധ്യാപകർക്ക് കോൺഫിഡൻസ് ഇല്ലാത്തത്, ഇംഗ്ലീഷിൽ സംസാരിക്കാൻ കോൺഫിഡൻസ് ഇല്ലാത്തത് ഇംഗ്ലീഷ് ക്ലാസ് റൂമിൻ്റെ ഏറ്റവും വലിയ പോരായ്മയാണ്. അതുപോലെ തന്നെയാണ് പ്രൊനൗൺസിയേഷൻ ഇഷ്യൂസ്. അത് ഒരുപാട് കുട്ടികൾ പ്രശ്നം കാണുന്ന ഒരു ഏരിയയാണ് പ്രൊനൗൺസിയേഷൻ ഇഷ്യൂസ് എന്ന് പറയുന്നത്. കുട്ടികൾക്ക് വൊക്കാബുലറി കുറവാണെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. അതുപോലെ തന്നെ ഒരു പുതിയ ലാംഗ്വേജ് ആയതുകൊണ്ട് കുട്ടികൾക്ക് ഒരുപാട് സമയം ഇരുന്ന് പഠിക്കാനായിട്ട് തോന്നില്ല. ഒരു ബോർഡം അവർക്ക് ഫീൽ ചെയ്യും. മദർ ടങ്ങിൻ്റെ ഇൻഫ്ലുവൻസ് അവർക്ക് ധാരാളമായിട്ടുണ്ടാവും. അതും ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. മറ്റൊരു ചോദ്യം നമുക്ക് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ലഹരിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. ലഹരി വിരുദ്ധ ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണ് എന്നുള്ളൊരു ചോദ്യം. നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഒരുപാട് നമ്പറുകൾ അവൈലബിൾ ആണ് എങ്കിൽ പോലും ഇപ്പോൾ യോദ്ധാവ് എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിനോടനുബന്ധിച്ച് ഉള്ളൊരു നമ്പറാണ് അവർ എപ്പോഴും കാണിക്കുന്നത്. അത് ഫോളോ ചെയ്യാൻ, അത് അറിയിക്കുക, അതിലാണ് വിവരങ്ങൾ അറിയിക്കേണ്ടത് എന്നാണ് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് തന്നെയാണ്. യോദ്ധാവിൻ്റെ നമ്പർ 9995966666 9995966666. ആ നമ്പർ ഒന്ന് നോക്കി പോകണമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. വീണ്ടും ആ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. അതുപോലെ ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളോട് ചോദിച്ചപ്പോൾ ഇവിടെ വിമുക്തി എന്നുള്ളൊരു പരിപാടി, അത് കേരള സർക്കാരിൻ്റെയാണ്. അത് നമുക്ക് പറയാം. ഇതിനോടനുബന്ധിച്ച് എനിക്ക് തോന്നുന്നു ആലപ്പുഴയിൽ ചോദിച്ചൊരു ചോദ്യമാണ്. ജനാധിപത്യ രീതി ക്ലാസ്സിൽ ആവശ്യമാണോ, എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യം ചോദിച്ചിരുന്നു. തീർച്ചയായിട്ടും ക്ലാസ്സിൽ ജനാധിപത്യ രീതിയാണ് ഫോളോ ചെയ്യേണ്ടത്. കാരണം വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം ഇതിലൂടെ ഉറപ്പുവരുത്താൻ സാധിക്കും. കുട്ടികളുടെ അഭിപ്രായങ്ങൾ, ആശങ്കകൾ പങ്കിടാനായിട്ട് വിദ്യാർത്ഥികൾക്കൊരു അവസരം ഉണ്ടാകും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് സ്വതന്ത്രമായിട്ട് തീരുമാനം എടുക്കാൻ, ചിന്തയെ വളർത്താൻ, ശേഷികൾ വളർത്താൻ ഇത്തരത്തിലുള്ള ജനാധിപത്യ രീതി ഹെൽപ്പ് ചെയ്യും. പഠനത്തിൽ കൂടുതൽ ആകാംക്ഷ, ഉത്സാഹം സൃഷ്ടിക്കാനും ഈ ഒരു രീതി, ജനാധിപത്യ രീതി വളരെയധികം ഹെൽപ്ഫുള്ളാണ്. മറ്റൊരു ചോദ്യം, പൊളിറ്റിക്സ് പഠിക്കുന്നതുകൊണ്ട് കുട്ടികൾക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാകുമോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും കുട്ടികൾക്ക് ജനാധിപത്യ ബോധം, ഭരണ സംവിധാനത്തെ പറ്റി, ജനാധിപത്യ മൂല്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സഹായിക്കുന്നത് ഈ പൊളിറ്റിക്സ് എന്നുള്ളൊരു ടോപ്പിക്കിൽ നിന്നാണ്. അതുപോലെ തന്നെ അവകാശങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ ഏതൊക്കെയാണെന്ന് അവർക്കറിയാനായിട്ട് ഇതിലൂടെ കഴിയും. ഒരു പൗരനുള്ള അവകാശങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാനും അത് നിർവഹിക്കാനും അവർ ശ്രമിക്കും. മറ്റൊരു പ്രധാന കാര്യം നേതൃത്വ ഗുണം വളരുക എന്നുള്ളതാണ്. പൊളിറ്റിക്സ് പഠനത്തിലൂടെ നടക്കുന്ന ഒരു കാര്യം. നേതൃത്വപരമായ ചിന്തകൾക്കൊപ്പം ഒരു ലീഡർഷിപ്പ് പവർ കുട്ടികളിൽ വളർന്നു വരും. മറ്റൊന്ന്, പരിസരത്തിലെ പ്രശ്നങ്ങളെ മനസ്സിലാക്കി അതിന് പരിഹാരമുണ്ടാക്കാൻ പഠിക്കും. ഒരു നല്ല സാമൂഹിക ബോധം കുട്ടികൾക്കുണ്ടാവും. ഇതെല്ലാം നമുക്ക് പൊളിറ്റിക്സ് പഠിക്കുന്നത് കൊണ്ട് കുട്ടികൾക്കുണ്ടാവുന്ന നേട്ടങ്ങളിൽ പറയാവുന്ന
കാര്യങ്ങളാണ്. തുടർന്ന് സ്കൂളിലെ ക്ലബ്ബുകൾ ചോദിച്ചിരുന്നു. നമ്മൾ ഡീറ്റെയിൽഡ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷ് ക്ലബ്ബ്, നൈപുണ്യ വികസന ക്ലബ്ബ്, ഹെൽത്ത് ഫിറ്റ്നസ് ക്ലബ്ബ്, IT ക്ലബ്ബ്, വായനാ ക്ലബ്ബ്, വിജ്ഞാന ക്ലബ്ബ്. ഇതിനെ ഓരോന്നിനെയും വിശദീകരിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല. ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നത്. നിങ്ങൾക്ക് ഏവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു, യൂസ്ഫുള്ളായി കാണുമെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക. നന്ദി.